ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7, അതായത് ഈ കൊല്ലത്തെ ബിഗ് ബോസ്, അതായത് മോഹൻലാലൊക്കെയുള്ള ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ ആ സംഭവം ഞാൻ ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഈ കൊല്ലം തുടങ്ങി ഞാനൊരു ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം എന്ന രീതിയിൽ, അതായത് ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ ബിഗ് ബോസ് വീഡിയോ. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പോൾ 18 പേരെ അനൗൺസ് ചെയ്തേക്കണ പോലെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ 18 പേരെയും നമുക്കൊന്ന് പരിചയപ്പെടാം, ആരൊക്കെയെന്ന്. തെറ്റുകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നമുക്ക് ശരിയൊക്കെ നോക്കാം. എനിക്കും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടാണ്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി, ഇതൊരു വീഡിയോ ആക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർ ഉറപ്പായിരിക്കും, മിക്കവാറും ഇവർ തന്നെ ആയിരിക്കുള്ളൂ ബിഗ് ബോസ് സീസണിലേക്ക് വരാൻ സാധ്യത. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ബിഗ് ബോസ് സീസൺ 7 ഞാൻ വീഡിയോ തുടങ്ങാൻ പോവാം. അപ്പോൾ എന്തായാലും കണ്ടു നോക്ക്. ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ആയ ഒരു 20 പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് മാറിപ്പോയത് 20 പേര്. അതിൽ ഒരാൾ അനീഷ് TA. പുള്ളി ഒരു എഴുത്തുകാരനാണ്, യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയ തർക്കപരമായ അഭിപ്രായങ്ങളുള്ള എഴുത്തുകാരനാണ്. ഈ പുള്ളി വന്നതെന്ന് പറഞ്ഞാൽ മറ്റേ മൈജിയുടെ ഒക്കെ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ ചെയ്ത് കോമണറാണ് പുള്ളി, അതായത് മെയിൽ കോമണർ. അപ്പോൾ എന്തായാലും പുള്ളി ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം പുള്ളി ഇപ്പം ഞാൻ അറിഞ്ഞനുസരിച്ചാണെങ്കിൽ പുള്ളി ഡൈവോഴ്സ് അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ആയതാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ പുള്ളി മിക്കവാറും അവിടെ ബിഗ് ബോസിൽ എന്തായാലും സ്ത്രീ വിഷയങ്ങൾ അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അറിയാൻ പാടില്ല. കാരണം ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കൂടുതലും ലേഡീസാണ് കയറിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും കാത്തിരിക്കാം. ഇങ്ങനെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ കാരണം കുറേ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസിൽ എന്തായാലും പുള്ളി വിവാദങ്ങൾ ഉണ്ടാക്കും, അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളി ചെയ്യട്ടെ, പുള്ളി നല്ല രീതിയിൽ ചെയ്യട്ടെ. വേറൊരു കാര്യമുണ്ട്, പുള്ളി ഗവൺമെൻറ് ജോലിക്ക് ലീവ് എടുത്താണ് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിക്കുന്നത്. അത് വേറൊരു കാര്യം, അതെനിക്ക് ഇപ്പോൾ മനസ്സിലായതാണ്. ഗവൺമെൻറ്റൊക്കെ ജോലിയൊക്കെ അവിടുന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിൽ കയറിയതാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാമല്ലോ. എന്തായാലും നോക്കാം. അടുത്ത ആളാണ് അനുമോള്. നമുക്ക് അറിയാൻ പാടില്ലേ, സ്റ്റാർ മാജിക് താരം. മറ്റേ സ്റ്റാർ മാജിക്കിൽ സ്ഥിരമുണ്ടായ, അതായത് ഇവള് ഈ സ്റ്റാർ മാജിക്കിലൊക്കെ സ്ഥിരം ക്യൂട്ട്നെസ് ഇട്ട് അങ്ങനത്തെ വെറുപ്പിക്കുന്ന ഒരാളായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ബിഗ് ബോസിൽ ഇനി ഇതിലപ്പുറം വരുമെന്നൊക്കെ നോക്കാം. എന്തായാലും അടുത്ത ആളെന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ്. അനുമോളുടെ അതായത് മറ്റേ സ്റ്റാർ മാജിക്കിലൊക്കെ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്ന ഇതായിരുന്നു. അതായത് എല്ലാ സ്റ്റാർ മാജിക് ഫസ്റ്റ് തുടക്കം തുടങ്ങിയിട്ടുണ്ടായ ഒരാളല്ലേ അനുമോൾ എന്ന് പറഞ്ഞത്. കാരണം സ്റ്റാർ മാജിക്ക് എത്രയും കൊല്ലങ്ങളുണ്ടായി. അപ്പോൾ ആ കൊല്ലങ്ങൾ മൊത്തമുള്ള സീനിയർ ഇതായിട്ടാണ് അനുമോൾ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അനുമോൾ ഇവിടെയും സ്ഥിരമായിട്ട് ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ പോവും ആരൊക്കെ പോവില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അനുമോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. കാര്യം പറഞ്ഞാൽ കോമഡി ആയാലും പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെൻറ്റിമെൻറ്റ്സ് ഉള്ള കാര്യത്തിൽ കുറച്ച് കൂടുതലൊരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്തായാലും എൻ്റർടൈൻമെൻ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം പറഞ്ഞാൽ മറ്റേ സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സ്ഥിരം ഒരു എന്താ ഇപ്പോൾ പറയാൻ ക്യൂട്ട്നെസ് അത് തന്നെ. എന്തായാലും നോക്കാം. അനുമോളാണ് അടുത്ത ആൾ. അടുത്തത് ആര്യൻ കത്തൂരിയ. അങ്ങനെയാണ് ആക്ടർ, മോഡല്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഹിന്ദി നടനായിരിക്കുന്ന, പക്ഷെ പുള്ളി മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റേ ബോളിവുഡിലും മലയാളത്തിലും അഭിനയ പരിചയമുള്ള മൾട്ടി ലാംഗ്വേജ് ആക്ടർ. ഞാൻ പറഞ്ഞില്ലേ ബോളിവുഡ് നടനാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ കണ്ടിട്ടില്ല അധികം. എന്തായാലും പുള്ളി ചെയ്യട്ടെ. കാരണം എന്തായാലും നല്ല രസമായിട്ട് പുള്ളി നിൽക്കട്ടെ, അതിനുള്ളൊരിതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ബിഗ് ബോസിൽ കാരണം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സിനിമയോടും ഒരു ചാൻസ് ഒക്കെ ഉണ്ടാവില്ലേ. കാരണം ബിഗ് ബോസിൽ വന്ന് എത്ര പേരെ സിനിമയിൽ കയറിക്കുന്നത്. അപ്പോൾ അതേപോലെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മറ്റേ അതന്നെ, എന്തായാലും മലയാളി ആണെന്നൊരു ഒറ്റ നോട്ടത്തിലൊരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്നിപ്പോൾ ബിഗ് ബോസിലൊക്കെ കണ്ടപ്പോൾ മലയാളം പറയണ കണ്ടപ്പോഴാണ് മലയാളമാണെന്ന് വിചാരിച്ചത് തന്നെ.
പുള്ളിക്കാരൻ ഹിന്ദിയിൽ ടെലിവിഷനിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സിനിമകളെക്കാളും കൂടുതൽ ടെലിവിഷനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയാൻ പാടില്ല. എന്തായാലും പുള്ളിയൊരു പുള്ളിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ നല്ലൊരു രസമുള്ള സംസാരമൊക്കെ ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ കാത്തിരിക്കാം നമുക്ക് എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ ചെയ്യും എന്നൊക്കെ. അടുത്തത് RJ ബിൻസി, റേഡിയോ ജോക്കി. ഇവരെ കുറിച്ച് എനിക്ക് കൂടുതൽ ഇതറിയില്ല. പിന്നെ വയനാട് സ്വദേശിനിയാണ് എന്ന് അറിയാം. അതേപോലെ തന്നെ ബിൻസി മലയാളത്തിലെ ജനപ്രിയമായ റേഡിയോ സ്റ്റേഷനായ ഫെവർ 104 RJ ആയിട്ട് നിന്നു. അപ്പം പിന്നെ ഇത് എന്തിട്ട് പറയണേ, ഇവരുടെ സൗണ്ട് അത് നല്ല രസമാണ്. കാരണം RJ എന്നൊക്കെ പറഞ്ഞ സൗണ്ടിൻ്റെ വോയിസിൻ്റെ ഒക്കെ ഇതിലുള്ളതല്ലേ. അതായത് കൃത്യമായ വാക്കുകളിൽ ആത്മാർത്ഥത, ഗോസിപ്പ്, അവതരണത്തിൻ്റെ ടാലൻറ്റ് എന്നിവയുള്ള ആൾ. അത് തന്നെ വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷനിൽ മെച്യൂർഡ് ഒപ്പീനിയൻ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു RJ ഒക്കെ ആകുമ്പോൾ അതിനുള്ളൊരു ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ത് കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനൊക്കെ ഉള്ള ഒരു ടാലൻറ്റ് ഉണ്ടാവേണ്ടതാണ്. കാരണം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ ഇവരെ കൊണ്ട് ഇവർ നടത്തുമ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അങ്ങനെ പറയുമ്പോൾ എന്തായാലും ബിഗ് ബോസ് 100 ദിവസം തയ്ക്കട്ടെ. എല്ലാവരും 100 ദിവസം തയ്ക്കട്ടെ എന്ന് പറഞ്ഞാലും ശരിയാവില്ലല്ലോ. എന്തായാലും തയ്ക്കണവരൊക്കെ തയ്ക്കട്ടെ, അത്രയും പറയാനുള്ളൂ. ശരി, അടുത്തത് കലാഭവൻ സരിക, അതായത് മിമിക്രി കലാകാരി, അഭിനേത്രി. ഞാൻ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കലാഭവൻ അറിയാമല്ലോ, പ്രശസ്തമായ കലാഭവൻ ട്രൂപ്പിൽ നിന്നുള്ള ഒരാളാണ് സരിക. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരാൾ, അത് തന്നെ ഹൈ എനർജി ആർട്ടിസ്റ്റിക്, ഹാസ്യ നിറവേറിയ താരമായി പരിഗണിക്കാം. വ്യൂവർ എൻഗേജ്മെൻറ്റിൽ വലിയ കാരണമായിരിക്കും. അതെ, ഇവരുടെ മിമിക്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മിമിക്രി അല്ല, സിനിമകളിലൊക്കെ ഇവരുടെ റോള് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഓളം ഉണ്ടാക്കും ബിഗ് ബോസിൽ. അപ്പോൾ ഇവരെ കൊണ്ട് അതിനെ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഇവരും തയ്ക്കട്ടെ കുറച്ച് ദിവസമല്ല 100 ദിവസം ഇവരും തയ്ക്കട്ടെ. എല്ലാവരും ഞാനിപ്പോൾ പറയണ എല്ലാവരും 100 ദിവസം തയ്ക്കാനാണ് ഞാൻ വിചാരിക്കണേ. പക്ഷേ അതുണ്ടാവില്ല. എന്തായാലും നോക്കാം. എന്തായാലും ഇവരാണ് അടുത്ത ആൾ. ഇവരുടെ പടങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒന്നും ഓർമ്മ തന്നെയില്ല. ഞാൻ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തോ. കാരണം എനിക്ക് ഓർമ്മയില്ല, കാരണം ഏതൊക്കെ പടത്തിലാണെന്നുള്ളൊരു ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞില്ലേ, മറന്നുപോയി. എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോയി. ഏത് സിനിമയിലാണ് എന്തിലൊക്കെയാണെന്നുള്ളത് ഞാൻ ഓർമ്മയില്ല. അതായത് കലാഭവൻ സരിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. അടുത്തത് അക്ബർ ഖാൻ. ഇയാളൊരു പിന്നണി ഗായകനാണ്. മലയാള സിനിമയിൽ പിന്നണി പാടിയിട്ടുള്ള മനോഹര ശബ്ദമുള്ള ഗായകൻ. അതുപോലെ ഗായകരെ കാണുന്നതുകൊണ്ട് സെൻസിറ്റീവ്, ഹൃദയസ്പർശിയായ കണ്ടസ്റ്റൻ്റ് ആയി കാണാൻ സാധ്യത. എന്നാൽ സാങ്കേതികമായ ഗെയിമിൽ വലിയ ക്ലാഷ് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. എനിക്കും ഇങ്ങനെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയാനും പാടില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിട്ടുണ്ടാവും, ഓർക്കല്ല. അതുകൊണ്ട് എനിക്കിതെന്തായാലും ഒരു പുതിയ മുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ പാടില്ല. അറിയാവുന്നവരും ഇതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോണ എല്ലാത്തിലും ഇങ്ങനെ തന്നെ. കാരണം എനിക്ക് പരിചയമില്ലാത്തവരാണ് കുറേ പേര് ഇതിൽ വരാൻ പോണത്. കാരണം 1-2 പേരെ എനിക്ക് ഈ സീസൺ 7 ആൾക്കാർ എനിക്ക് അറിയുള്ളൂ. 1-2 പേര്, അതായത് അവരൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാം. അല്ലാണ്ട് വേറൊന്നും ഇതിലിപ്പോൾ പറയാനില്ല. എന്തായാലും ഇവർ നിൽക്കട്ടെ, ഒരു 100 ദിവസം തയ്ക്കട്ടെ. തയ്ക്കുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും 100 ദിവസം തയ്ക്കുമെന്നല്ല, എന്നാലും ഇവർ നിൽക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ പരമാവധി നിൽക്കട്ടെ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവർ പോട്ടെ. അടുത്തത് ആദിയ നസ്ലിൻ ഫാത്തിമ നൂറ, ലെസ്ബിയൻ കപ്പിള്. അപ്പോൾ കേരളത്തിൽ ആദ്യമായാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ ഓപ്പണായി ബിഗ് ബോസിൽ കയറാൻ പോണത്. അപ്പോൾ ഇതിന് പിന്നിൽ കുറേ സാമൂഹികമായ ചർച്ചകളും പിന്തുണയൊക്കെ വിരോധവും ഉണ്ടാകാനുള്ള സാധ്യത കുറേ ഉണ്ട്. പിന്നെ അവരുടെ ഒരു ധൈര്യവും ശക്തിയൊക്കെ കൊണ്ട് അവർ
മികച്ച അട്രാക്ഷനായി മാറും. കാരണം ഇത് ആദ്യത്തെ സംഭവം കണ്ടല്ലേ, കാരണം ഇങ്ങനെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് വരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആദ്യത്തെ സംഭവമല്ലേ. അപ്പോൾ എന്തായാലും ഇവരും നിൽക്കട്ടെ കുറച്ച് ദിവസം. പിന്നെ ഇവരെയും കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് എനിക്കും പറയാനില്ല. അപ്പോൾ ഇവരെ കുറിച്ച് പരിചയമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യിടാം. അങ്ങനെ ഇപ്പം ഇവരെ കുറിച്ച് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇടാം. എന്തായാലും ഇവരെന്തായാലും മറ്റേ ഒരു കപ്പിൾസായിട്ട് വരുമ്പോൾ ഇവരെന്തായാലും കുറച്ച് നാൾ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകും. കാരണം എന്തായാലും അതിനുള്ള ഒരു സംഭവമൊക്കെ ബിഗ് ബോസിലുണ്ടല്ലോ. പിന്നെ ഈ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷനും ഇവരുടെ ഒരു ഉണ്ടാവട്ടെ. എന്തായാലും ഇവരെയും കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരു പോട്ടെ. അടുത്തത് ഇത് ഒനീൽ സാബു. ഇയാളൊരു ഫുഡ് ബ്ലോഗർ, പോപ്പുലർ ഫുഡ് ബ്ലോഗർ. യൂട്യൂബിൽ ഫുഡ് റിവ്യൂസ്, തനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞുകൊണ്ടുള്ള ഹോണസ്റ്റ് എക്സ്പ്രഷൻസ് എന്നിവയിലൂടെ വളർന്ന് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള സംസാരമൊക്കെ കൊണ്ട് സംസാരമായതുകൊണ്ട് പ്രശസ്തമായൊരു വ്യക്തി. പക്ഷേ ഇയാളെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇയാളെ കുറിച്ച് കൂടുതൽ അറിയാനും പാടില്ല. പിന്നെ പുള്ളിയുടെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന നൊസ്റ്റാൾജിക് ടോക്ക് അതൊക്കെ ഹിറ്റാവും. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇതൊക്കെ നോക്കണമെന്ന് മറ്റേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കണേ. ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല, ഇയാളുടെ ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ആയിക്കോട്ടെ, കാരണം ആയിക്കോട്ടെ. എന്തായാലും ഇയാൾ ചിലപ്പോൾ ഇയാൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. പുള്ളിയുടെ മറ്റേ പുള്ളിയുടെ മറ്റേ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതല്ല ഇവിടെ അവിടെ ചെല്ലുമ്പോൾ മറ്റേ എല്ലാവരെയും പോലെ പൂച്ചേനെ പോലെ ഇരിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ബിനി സെബാസ്റ്റ്യൻ, സീരിയൽ നടി. ഇത് മലയാളത്തിലെ പ്രശസ്ത സീരിയൽസിലൂടെ അവതരണ ശൈലിയിലും ഇമോഷൻ എക്സ്പ്രഷൻസിലും വളർന്ന നടിയാണ്. അതായത് എക്സ്പ്രഷനൊക്കെ ഇട്ട് നന്നായിട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ഗീതാ ഗോവിന്ദം. ആ സീരിയൽ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ സീരിയൽ നല്ല രസമായിട്ട് ഇവർ അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഇപ്പം നിർത്തിയോന്നും അറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആവട്ടെ. കാരണം പക്ഷേ എനിക്ക് തോന്നണേ ഇവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവർ മിക്കവാറും സൈലൻ്റ് ആവാനുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ മറ്റേ ശരിക്കുള്ള പഴയ രീതികൾ മാറി മറ്റേ ബോൾഡൊക്കെ ആയോ എന്നൊന്നും അറിയാനും പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ പുള്ളിക്കാരത്തി മറ്റേ ബിഗ് ബോസിൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. കുറച്ച് നാളുണ്ടാവും എന്തായാലും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ബിഗ് ബോസ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമല്ലോ. കാരണം ആരെയും അങ്ങനെ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കാത്തൊരു പ്ലാറ്റ്ഫോം എന്നല്ലേ പറയണ്ടേ. എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഷാനവാസ് ഷാനു. ടി വിയിൽ സീരിയൽ താരമാണ്. എനിക്ക് സീരിയൽ ഞാൻ കണ്ട ഓർമ്മയില്ല, കാരണം മറ്റേ ശ്രീപദം എന്ന് പറഞ്ഞൊരു സീരിയലാണ്. അതുവഴി മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടനാണ്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. വിനീതയും സീരിയസ് ആയ അഭിനയത്തെയും ആശ്രയിച്ചിട്ടുള്ള പ്രകടനമാണ് പുള്ളിയുടെ. അതെ, വിനീത്. ഓക്കെ. എന്തായാലും അതായത് പുള്ളിയുടെ മുഖപരിചയം എനിക്കുണ്ട്, എവിടെയെങ്ങാണ്ടൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് കണ്ടതെന്നുള്ളതൊന്നും ഓർമ്മയൊന്നുമില്ല. പിന്നെ ബിഗ് ബോസിൽ ചിലപ്പോൾ പുള്ളി എന്തായാലും നല്ലൊരു സംഭവം ഉണ്ടാക്കാൻ സംഭവമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സീരിയൽ നടനാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ സീരിയൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നടന്മാർക്ക് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം അതിനുള്ള ഒരു ട്രെയിനിങ്ങോ അഭിനയമോ ഒക്കെ ഓൾറെഡി അവർ ചെയ്തതായിരിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്തായാലും ഈ പുള്ളി കുറച്ച് നാൾ പിടിച്ച് നിൽക്കാനുള്ള എല്ലാവിധ സാധ്യതയും അതിൽ കാണുന്നുണ്ട്. എന്തായാലും പുള്ളിയുടെ പേര് തന്നെ രസമാണ്, ഷാനവാസ് ഷാനു, SSS. എന്തായാലും നോക്കാം ഈ പുള്ളി എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ അഭിശ്രീ. ഇയാളുടെ പേര് അഭിശ്രീ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല. കാരണം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലെ ഫാഷൻ, ലിപ്സിങ്ക്, ട്രെൻഡിങ് റീൽസ് എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ ജെൻസ് ഇൻഫ്ലുവൻസറാണ് ഈ പുള്ളി. യുവജനങ്ങളിൽ വലിയ ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ
കാണുന്നവർക്ക് പോപ്പുലാരിറ്റി ഫാക്ടർ വർദ്ധിപ്പിക്കും. എന്നാൽ ഇമോഷണൽ മെച്യൂരിറ്റി കുറഞ്ഞതിൻ്റെ പേരിൽ ക്ലാഷുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പുള്ളിയുടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഡിസബിലിറ്റി പോലെ ഉണ്ട് ഈ പുള്ളിയുടെ കാലിന്. അതുകൊണ്ട് തന്നെ ഈ പുള്ളി പഴയ സ്ഥലത്തു നിന്നും പിന്തള്ളപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞായിരുന്നു. എന്തായാലും പുള്ളി ഒരു ക്രിക്കറ്റ് താരം കൂടിയാട്ടോ. പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ക്രിക്കറ്റ് കളി തന്നെയാണ്. കാരണം ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു പുള്ളി ക്രിക്കറ്റ് കളിക്കുന്നതും ഓടുന്നതൊക്കെ. പക്ഷേ അതൊക്കെ പുള്ളി ഞെരുപ്പിനായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പുള്ളി നിൽക്കട്ടെ കുറച്ച് ആൾ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ നെവിൻ. ഇവൻ ഫാഷൻ കൊറിയോഗ്രാഫർ. ഫാഷൻ ഷോകളിൽ കൊറിയോഗ്രാഫി, സ്റ്റൈലിംഗ്, സെലിബ്രിറ്റി ട്രെയിനിങ് എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഗ്ലാം, പോയിസ്, അണ്ടർസ്റ്റാൻഡിങ് എന്നിവ കൊണ്ടാണ് അറിയപ്പെടുന്നത്. ഫാഷൻ ലുക്സ്, ബ്യൂട്ടി റിലേറ്റഡ് ടാസ്കുകളിൽ അധികമായി എക്സൽ ചെയ്യുമെന്ന് പ്രതീക്ഷ. ആ ഒരു രീതി തന്നെ ഉണ്ടാവും. പിന്നെ ഫാഷൻ രംഗത്തു നിന്നൊന്നല്ലേ ഫാഷൻ കൊറിയോഗ്രാഫർ. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ എന്തായാലും പുള്ളിക്കാരനായാലുള്ള ഒരു ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ പുള്ളീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എന്തായാലും പുള്ളിക്കും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റണമെന്ന് ആശംസിക്കുന്നു. പുള്ളി നിൽക്കട്ടെ ഒരു 100 ദിവസം, എല്ലാവരും ഒരു 100 ദിവസം നിൽക്കട്ടെ. എന്തായാലും ഈ പുള്ളി വല്ല സിനിമയിലൊന്നും ഇല്ല എനിക്ക് തോന്നാറില്ല. കാരണം അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു മുഖപരിചയം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇയാളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പോൾ വേറെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പുള്ളി ഒരു പുള്ളി നോക്കട്ടെ. ബിഗ് ബോസിൽ ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി ഏജിലൊക്കെ ഏജിലല്ല. ഈ തവണത്തെ ബിഗ് ബോസ് ഏജിലല്ല. കാരണം എല്ലാവരും ഒരുമാതിരി ഇത് കുറഞ്ഞിട്ടുള്ളവരാണ്. അടുത്തത് രേണുസുധീനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ സ്റ്റാർ മാജിക് താരം സുധിയുടെ വൈഫ്. ഇപ്പോൾ വിവാദം എന്ന് പറഞ്ഞാൽ വിവാദമാണ്. അതായത് എന്ത് ചെയ്താലും അതിൽ വിവാദം കിട്ടുന്നുണ്ട് രേണുസുധിക്ക്. കാരണം മറ്റേ ഒരു പൊട്ടംപെരയുടെ കൂടെയൊക്കെ അഭിനയിച്ച് ഒരുപാട് ട്രോളും ഇതൊക്കെ ഏറ്റെടുത്ത ഒരു നടിയാണ് രേണുസുധി. ഇപ്പോൾ പല വീഡിയോസിലും നമുക്ക് കാണാമല്ലോ. അപ്പോൾ പിന്നെ ഇവർ കൂടുതലൊന്നും പറയില്ല. കാരണം എന്തായാലും അവധിയിൽ നിന്നൊക്കെ മാറി ബിഗ് ബോസിൽ വരുമ്പോൾ ഇവരൊരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ചെയ്യട്ടെ. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. അതായത് വേറെ ഒന്നുമില്ല. എന്തായാലും ഇവരൊരു അഭിനേത്രി ആവട്ടെ, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആക്ട്രസ്, ഇപ്പോൾ ഇവർ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെരേര എന്ന് പറഞ്ഞ പൊട്ടൻ, അവൻ ഇവരുടെയൊക്കെ ഷോർട്ട് ഫിലിം ചെയ്ത് ഇവരുടെ വൈറലായിട്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറാനാണ്. പക്ഷെ അവനതിനുള്ള യോഗം ഉണ്ടായില്ല. ഇവർക്ക് കിട്ടി. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സുധിയുടെ വൈഫ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇവർ കൂടുതൽ അറിയുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. അടുത്തത് മുൻഷി, അതായത് രഞ്ജിത്ത് മുൻഷി. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ മറ്റേ 2000 സമയത്ത് മറ്റേ ഏഷ്യാനെറ്റിലാണ് കണ്ടത്. ഏഷ്യാനെറ്റിൽ മുൻഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ലേ, അതിലത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ ചെയ്തത്. അപ്പോൾ ആ പേര് കടമെടുത്ത് തന്നെയാണ് രഞ്ജിത്ത് മുൻഷി. പുള്ളി മിമിക്രി ആക്ടറാണ്. ഞാൻ പല മിമിക്രി ഷോയിലും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ല. എന്തായാലും ഇവരെ കുറിച്ച് കൂടുതൽ അറിയണവർ കമൻ്റായിട്ട് ഇടുക. എന്തായാലും ഇവരാണെന്ന് തോന്നുന്നു ഒരു സീനിയർ നടൻ. അതെ, സീനിയർ കണ്ടസ്റ്റൻ്റ് ഈ പുള്ളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ള എല്ലാവരെക്കാളും ബാക്കിയുള്ളവരെല്ലാവരും ചെറുപ്പക്കാർ ഇത് തന്നെ. ഈ പുള്ളി ഇപ്പോൾ 2000 തന്നെ. ഈ പുള്ളിക്ക് എങ്ങനെ ഒരു നല്ല ഏജ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയില്ല. എന്തായാലും ഇവർ നിൽക്കട്ടെ. പുള്ളി ഞാൻ പറഞ്ഞില്ലേ ഏഷ്യാനെറ്റിലെ രാഷ്ട്രീയ അത്. പിന്നെ എന്തായാലും മറ്റേ ബിഗ് ബോസിൽ ഈ പുള്ളി എന്തായാലും ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കാനുള്ള നല്ല സാധ്യതയും കാണുന്നുണ്ട്. അതായത് പുള്ളി കാര്യങ്ങളൊക്കെ, കാരണം ഇത്ര പക്വതയും കാര്യങ്ങളൊക്കെ പുള്ളി എന്തായാലും ബിഗ് ബോസിൽ എടുത്തിടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്തായാലും പുള്ളി നിൽക്കട്ടെ ഒരു 100 ദിവസം. അപ്പോൾ മുൻഷിനെ കുറിച്ചുള്ള കൂടുതൽ അത് നിങ്ങൾ പറയും.
അടുത്തതെന്ന് പറഞ്ഞാൽ ദീപക് മോഹൻ. ഇയാളെന്ന് പറഞ്ഞാൽ എനിക്ക് മുഖപരിചയമില്ല, എന്നാലും ഇയാൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആർട്ടിസ്റ്റാണ്. അതായത് മലയാള സ്റ്റാൻഡപ്പ് സീൻ പ്രവർത്തിക്കുന്നതിനോടൊപ്പം യൂട്യൂബ് വഴിയും വളർന്നിട്ടുള്ള ഒരാളാണ് ഇയാൾ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല, അത് തന്നെ. അപ്പോൾ അറിയണവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റെഫറൻസ് ഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളായി പുള്ളി ഷൈൻ ചെയ്യും. അതായത് ബിഗ് ബോസിലെ ആകസ്മികമായ കോമഡി അതൊക്കെ പുള്ളി എന്തായാലും ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചെയ്യിക്കും. കാരണം എന്തായാലും യൂട്യൂബും മറ്റേ കോമഡിയനൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിലും എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ എല്ലാവിധ സാധ്യതയുണ്ട്. കാരണം അതിനുള്ളൊരു കെൽപ്പല്ല, ഒരു അമ്പയർ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡപ്പ് എല്ലാവർക്കും നിസ്സാരമായി പറ്റുന്ന കാര്യമല്ലല്ലോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡപ്പ് തമാശകൾ പറയാൻ. അതിനൊക്കെ കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഈ പുള്ളിക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസിൽ കുറച്ച് ദിവസമല്ല, ബിഗ് ബോസിൽ നിൽക്കുന്ന തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. എന്തായാലും പുള്ളിയും നല്ല രീതിയിൽ ചെയ്യട്ടെ. അപ്പോൾ ഈ പുള്ളിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പുള്ളിനെ കുറിച്ച് അറിയില്ല, അതാണ് പ്രശ്നം. എന്തായാലും ബിഗ് ബോസിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വന്നവരൊക്കെ ചെറുപ്പക്കാർ. ആകെ മുൻഷി മറ്റേ രഞ്ജിത്ത് മുൻഷി, ആ പുള്ളി മാത്രമേ കുറച്ച് ഏജ് ആയിട്ടുള്ള ഇതുള്ളൂ. എന്തായാലും നോക്കാം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. അഡ്വക്കേറ്റ് കണ്ടൻറ് ക്രിയേറ്റർ. അതെ. അഭിഭാഷക എന്നതിന് പുറമെ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എന്നിവയിൽ നിയമസംബന്ധമായ ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള കണ്ടൻറ് ഷെയർ ചെയ്യുന്നു. ലീഗൽ ഇൻഫ്ലുവൻസർ ആയി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇത്. സ്ത്രീ ശബ്ദം ശക്തമാക്കുന്നതിലും വുമൺ പവർനൗൺസ് പ്രചരിപ്പിക്കുന്നതിനുമാണ് മുൻപന്തിയിലുള്ളത്. ബിഗ് ബോസ് വീട്ടിൽ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു ഇതുണ്ട്. കാരണം ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ല, സിനിമയിലല്ല, മറ്റേ കോമഡി സ്റ്റാർസ് പ്രോഗ്രാമിലല്ലേ. അതെ, കോമഡി സ്റ്റാർസ് പ്രോഗ്രാമിലാന്ന് പറഞ്ഞു ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവരെ കുറിച്ചും അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. കാരണം കോമഡി സ്റ്റാർസ് ആണോ, കോമഡി സ്റ്റാർസ് ആവാൻ വഴിയില്ല, ഏതോ ഒരു കോമഡി പരിപാടിയിലാണ് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. അല്ലേ, അതെ, എനിക്ക് നല്ല ഇവരാണോ സംശയം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇങ്ങനെ ചെറുതായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരും ബിഗ് ബോസിൽ നിൽക്കട്ടെ കുറച്ച് ദിവസം, ഒരു 100 ദിവസം. അടുത്തത് ഷാരിക. ആങ്കർ. ഇവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കാര്യങ്ങൾ കൂടുതലൊന്നും എനിക്കറിയാൻ പാടില്ല, ഡീറ്റെയിൽസ് എനിക്കറിയാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെയും വിവിധ താരങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടത്തി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ മിക്കതും കണ്ടിട്ടുണ്ട്. തുറന്ന മനസ്സിൽ നേരുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ധൈര്യവുമുള്ള മത്സരാർത്ഥിയായിരിക്കും. മാറിപ്പോയി. ആർഗ്യുമെൻ്റ് ആൻഡ് ക്ലാരിറ്റിയിൽ ഉന്നതം. അതെ, ഇവരുടെ പലതും ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവരെ കുറിച്ച് കൂടുതൽ അറിയണവരും കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്ക് ഇത്രയും വിവരങ്ങൾ ഇവരുടെ അറിയുള്ളൂ. അപ്പോൾ കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവർ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരുടെ പല ഇൻ്റർവ്യൂ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നല്ല വ്യക്തവും വടിവത്വമായിട്ടുള്ള ചോദ്യങ്ങൾ അതായിരിക്കുള്ളൂ, അങ്ങനെ ആയിരിക്കുള്ളൂ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്തും പോട്ടെ, അപ്പാനി ശരത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പാനി രവി. അത് എൻ്റെയൊക്കെ മനസ്സിൽ അപ്പാനി രവി എന്നാണ്. കാരണം അങ്കവലി ഡയറീസിൽ അപ്പാനി രവി എന്ന് പറഞ്ഞാൽ കഥാപാത്രം ചെയ്തതിന് ശേഷം വൻ പ്രശസ്തി. അതായത് ആദ്യത്തെ പടം കണ്ടതെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല, വേറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ പടത്തിൽ തന്നെ അപ്പാനി രവി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ, അതായത് അങ്കമാലി ഡയറീസിലെ വില്ലൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു, അങ്കമാലി ഡയറീസിലെ വില്ലൻ. അപ്പോൾ പിന്നെ ആ പടം ഒക്കെ കൊണ്ടുപോയത് ഇവരുടെയൊക്കെ കൂടി ഒരു കഴിവുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് പടങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. മറ്റേ വെളിവാണ്ട പുസ്തകം അതിൽ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മലമുകളിലൊക്കെ ഓഫ് റോഡ് എന്ന് കണ്ട് പറഞ്ഞോണ്ട് ഒരു പടം. ഓഫ് റോഡാണോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അപ്പാനി രവി കണ്ട, ഞാൻ പറഞ്ഞില്ല അപ്പാനി രവി, ആ ഓർമ്മ തന്നെ വരണേ.
അപ്പോൾ അപ്പാനി ശരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം ഇത്രയൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ റെന ഫാത്തിമ. അല്ല റെന അല്ലല്ലോ, ഇതാര ഗിസിൽ തറക്കലോ തക്രൽ, പേര് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും റിയാലിറ്റി ഷോ താരം ഗിസിൽ തക്രാൽ ഒരു വമ്പൻ ഗ്ലാമർ മോഡലും ബോളിവുഡ് നടിയുമാണ്. ബിഗ് ബോസിൽ ഹിന്ദി സീസൺ 9ലും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഗിസൽ ഷോയിൽ ഗ്ലാമറും കുത്തവളോടൊപ്പവും വർദ്ധിപ്പിക്കും. ബോൾഡ് അഭിപ്രായങ്ങൾ, സ്റ്റൈലിഷ് പ്രകടനങ്ങൾ കണ്ട് ഓഡിയൻസിനെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവരുടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം ഇതിൽ ഒരാളും കൂടി ഉണ്ട്. ഒരു കാണുമ്പോൾ ശരിക്കും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ പോലെ തോന്നുന്ന ഒരാളും കൂടി ഉണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. പ്രത്യേക ഒരു ഡ്രസ്സ് ഇട്ടു. അവരുടെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും അത് അറിയണവരൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഒരു കൊച്ചു കുട്ടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവരാണോ? അവരല്ല. അവർ ശരിക്കും അതൊരു മലയാളി, തിരുവനന്തപുരത്ത് ഏവിയേഷനിൽ മറ്റേ ഏവിയേഷനില്ലേ, അതിൽ പഠിക്കുന്ന ഒരാളാണ് റെന ഫാത്തിമ. ഇവരുടെ പേരാണ് ഞാൻ നേരത്തെ മാറിപ്പോയി പറഞ്ഞത്, അതായത് മാറിപ്പോയതാ. റെന ഫാത്തിമ, അതെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റെന ഫാത്തിമ ഒരു പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഫാഷൻ, ലൈഫ് സ്റ്റൈലുകൾ, ബ്യൂട്ടി ടിപ്പുകൾ അടങ്ങിയ വീഡിയോസ് കൊണ്ടാണ് ഇവർ ശ്രദ്ധയപ്പെട്ടത്. തുറന്ന മനസ്സും ആകർഷകമായ പെരുമാറ്റവും അവളെ ബിഗ് ബോസിൽ നിൽക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് ഞാൻ പറഞ്ഞ ഒരു കൊച്ചു കുട്ടീനെ പോലെ വന്നത്. അവർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ പോലെ ഡ്രസ്സ് ഇട്ട് വന്നത് ഇവരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, ഈ ഡോളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ബാർബി ഡോൾ അങ്ങനത്തെ എന്തോ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിൽ വന്നത്. അതായത് കാലിലൊക്കെ അതെ, കാലിലൊക്കെ സോക്സ്, ഷൂ പോലത്തെ എന്തോ സാധനം, മറ്റേ മുട്ടിൻ്റെ എന്തായാലും ഇവർ നിൽക്കട്ടെ, ഒരു കുട്ടിത്തൊക്കെ ഉണ്ടാക്കട്ടെ. കാരണം ഇവരുടെ ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ കുട്ടിയല്ല കേട്ടോ, മറ്റേ ഏതോ ഇവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ് കോളേജിൽ, ഏവിയേഷൻ്റെയോ എന്തോ സംഭവം സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ്. കാരണം കണ്ടായിരുന്നു ക്യാബിൻ ക്രൂ, അതായത് പ്ലെയിനിലൊക്കെ ക്യാബിൻ ക്രൂ. അപ്പോൾ എന്തായാലും ഇത്രയും പേര്, അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത്. ഇനി ഇതിൽ ചിലവർ പോവും, ചിലവർ കൂടുതലായിട്ട് വരാം. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ വരണവരും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലാണ്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും ബിഗ് ബോസിൽ വന്ന എല്ലാവർക്കും 100 ദിവസം തയ്ക്കാൻ പറ്റട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കോമാളികളി കളിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. അതായത് അഭിലാഷ് ആട്ടായം, അതേപോലെ തന്നെ മാഹി മൂത്രപ്പുര, അതേപോലെ തന്നെ പെരേര, അലിൻജോസ് പൊട്ടൻ എന്നറിയപ്പെടുന്ന അലിൻജോസ്. ഇവരൊക്കെ പൊട്ടൻ കളി കളിച്ച് നടക്കുന്നതാണ്. ഇവരാരും പക്ഷേ ബിഗ് ബോസിൽ കയറിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്. അത് ഞാൻ പറയാം, ഇങ്ങനെ ഇവർ കളിക്കുന്ന പോലെ ഉടായ്പും കോമഡി അല്ല ഉടായ്പും കോമാളിത്തരം കാട്ടി നടന്ന ബിഗ് ബോസിലല്ല ഒരു ഹൗസിലും കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല ഇവർക്ക് എന്തായാലും ഉള്ളത്. അപ്പോൾ അതിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ബിഗ് ബോസ് സീസൺ ആവുള്ള ഇവരാരും ഇല്ലെന്ന് ഞാൻ പറയാണ്. കാരണം കണ്ടില്ല, കാരണം ഇമാതിരി പൊട്ടം കളിച്ചിറങ്ങുന്ന പൊട്ടന്മാരൊന്നും ബിഗ് ബോസിൽ എടുക്കില്ല. കാരണം അവിടെ കുറച്ച് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇല്ലേ. കാരണം ലോകം മുഴുവനും കാണുന്ന ഒരു ഷോ ആയിരിക്കില്ലേ മറ്റേ ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവന്മാർ ആരും അതിലെടുക്കാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ ഇവന്മാരൊക്കെ പോയിട്ട് എന്തുട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാ? ഒരുത്തനാണെങ്കിൽ അവിടെ നിന്ന് പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഇതിൽ കൂടുതൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ പെരേര എന്ന് പറഞ്ഞാൽ അലിൻജോസ് പൊട്ടൻ, അവന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവനൊന്നും അവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അവസാനം ഇവൻ പറയും എനിക്ക് ബുദ്ധി കൂടുതലാണ്, അത് കാരണമാണ് ഞാനിവിടെ നിൽക്കണേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ചിലപ്പോൾ അവൻ. കാരണം അതിനുള്ളൊരു ബോധമുള്ളൂ അവന്. എന്തായാലും പോട്ടെ. എന്തായാലും അവരൊന്നും ഇല്ലാത്തൊരു ബിഗ് ബോസ് അതായിരിക്കും നല്ലത്. കാരണം ഇമാതിരി കോമാളി കൂട്ടങ്ങളൊന്നും ബിഗ് ബോസ് എന്നല്ല ഒരു ഹൗസിലും കയറ്റരുത്. അങ്ങനെയാണോ ഞാൻ പറയും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും നിർത്തും.